ഹലോ ഹായ് അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാ കൂട്ടുകാരും സുഖമായിട്ടും സേഫായിട്ടും ഇരിക്കല്ലേ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചാൽ രാവിലെ മുതൽ കുറച്ച് വിശേഷങ്ങളും ഉച്ച വരെയുള്ള വിശേഷങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നല്ലൊരു സാമ്പാറിൻ്റെ റെസിപ്പി ഉണ്ട്. സാമ്പാറിന് ടേസ്റ്റ് കൂട്ടാനുള്ള എല്ലാ ട്രിക്കുകളും ടിപ്പുകളും ഒക്കെ നമ്മൾ ഇതിൽ കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. പിന്നെ രാത്രി പ്രകടനം കാണാൻ പോയ അതിൻ്റെ ജാഥ കാണാൻ പോയ അതിൻ്റെ വിശേഷങ്ങളും കുറച്ചുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അടിപൊളി ജാഥയിനി. അപ്പോൾ നിങ്ങൾ വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ട് കാണാൻ ശ്രമിക്കുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണേണ്ട ആ ബെല്ലൈക്കൻ്റെ ഓളും കൂടി ഒന്ന് പ്രസ് ചെയ്യാനും മറക്കരുത്. അപ്പോഴേ ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങളെ മുമ്പിലേക്ക് എത്തുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. നമ്മളിന്ന് പത്തിരി ആക്കാമെന്ന് വിചാരിച്ചിട്ടൊന്നുമില്ല. ഇനി രാത്രിയൊക്കെ ഞാൻ വിചാരിച്ചതിൻ്റെ രാവിലെ ദോശ ചൂടാന്ന് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഇന്ന് രാവിലെ തന്നെ ഒരു മഴൻ്റെ ഒരു ലക്ഷണമുണ്ട്, ചെറുതായിട്ടൊരു മഴ ഉണ്ടേനു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ച് എന്നാൽ ഇനി പത്തിരി ആക്കാം. പുറത്തൊരു പണി ഇപ്പം ഒന്നും നടക്കണ മട്ടില്ല എന്നിട്ടാ. എന്താ വെച്ചാൽ മിറ്റടിക്കാൻ വയ്യ. പിന്നെ തിരുമ്പിയതൊന്നും വേഗം ഒന്നും തിരുമ്പിടേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പം രാവിലെ തന്നെ പത്തിരിമൊക്കെ നിന്നിട്ടാ. അപ്പം പത്തിരിക്ക് ഇനി കറി എന്താ വെക്കുക വെച്ചിട്ട് ഫ്രിഡ്ജ് ചെന്ന് നോക്കുമ്പോൾ ഒരു കോഴിമുട്ട ഉള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് കറി വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കോഴിമുട്ട രാവിലെ ഒരുപാടൊന്നും ഇവിടെ ആവശ്യമില്ല. ഗ്യാസ് എന്ന് പറഞ്ഞാൽ അടുക്കണമല്ല കേട്ടോ. അപ്പോൾ പിന്നെ ഒരു കറി വെക്കാനുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറഞ്ഞതുകൊണ്ടൊക്കെ ചില നേരത്തെ നമുക്ക് അങ്ങനെയൊക്കെ ചെയ്യണം കേട്ടോ. ഒരുപാടൊന്നും ചില നേരത്തെ ഉണ്ടായിന്ന് വരില്ല. അപ്പോൾ ഉള്ളതുകൊണ്ടൊക്കെ ഓണം പോലെ ആക്കാൻ നമ്മൾ വീട്ടമ്മമാർ ശ്രമിക്കണം കേട്ടോ. എന്നും എപ്പോഴും ഒരേപോലെ ആയിന്ന് വരില്ല. അപ്പോൾ നമ്മൾ പത്തിരിയൊക്കെ പരത്തി വെച്ചിക്കാണ്ട് പിന്നെ ഞാനത് ചുടാൻ നിന്ന്. അപ്പോൾ ഇതിനൊരു ചെമ്പ് വെള്ളമൊക്കെ തിളച്ചിക്കണം കേട്ടോ. അപ്പോൾ അടുപ്പുമ്മൽ പത്തിരിയൊക്കെ ഒന്നടി ചുടാന്ന് വിചാരിച്ച് അതൊക്കെ ചുട്ട് വെച്ചിക്കണേ. പിന്നെ കറി ഉണ്ടാക്കി. പിന്നെ കയ്യിനൊരു ചെറിയ ഒരു ഒരു ചൂണ്ടാൻ വിരലിന് ഒരു കുത്തിപ്പോത്തമാതിരി ഉണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നലെ ഹോസ്പിറ്റലിലൊക്കെ പോയതിന് മരുന്നൊക്കെ തേക്കണുണ്ട്. അപ്പോൾ ഒരു വിരൽ കൂട്ടാതിട്ട് ഞാൻ ഓരോ പണി എടുക്കേണ്ടത്. അപ്പോൾ തേങ്ങ ചിരണ്ടാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട്. അങ്ങനെ തേങ്ങ കുറച്ച് ചിരണ്ടിക്കാണ്ട് ആണ്ട് വെച്ചത്. അപ്പോൾ നമ്മൾ സാമ്പാറിൻ്റെ റെസിപ്പി ആയിട്ട് കാട്ടുണ്ട്. അപ്പോൾ നിങ്ങളൊക്കെ ഒന്ന് ഫുള്ളായിട്ട് കണ്ടു നോക്കി. അപ്പോൾ നമ്മൾ കടലപ്പരിപ്പാണ് ഇട്ടത്. എല്ലാം ഒരേ അളവിലാട്ടെ നമ്മൾ എടുക്കേണ്ടത്. കടലപ്പരിപ്പ്, ഉഴുന്ന്, പിന്നെ മല്ലി കുറച്ചും കൂടി കൂടുതൽ എടുക്കുന്നുണ്ട്. പിന്നെ പെരുംജീരകം, നല്ല ജീരകം, അതൊക്കെ അതിനെക്കാട്ടിയും കുറച്ച് ആ പാത്രത്തിന് പാത്രമായിട്ടിട്ടാ. പിന്നെ കുരുമുളകും അതേപോലെ തന്നെ. പിന്നെ നാടൻ മഞ്ഞളാട്ടത് ഞങ്ങൾക്ക് ഒരാൾ തന്നതിന് വീട്ടിലുണ്ടാക്കിയ മഞ്ഞൾ. അപ്പോൾ അത് കഴുകി ഉണക്കിയതാണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ കാശ്മീരി മുളകും ഉണ്ട്, സാദാ മുളകും ഉണ്ട് കേട്ടോ. സാദാ മുളക് ഒരു 10 എണ്ണവും കാശ്മീരി മുളക് ഒരു 8 എണ്ണം പോരെ അതുകൊണ്ട്. പിന്നെ നല്ല നാടൻ കറിവേപ്പിലുണ്ട് കേട്ടോ. അത് കണ്ടപ്പോഴാണ് ഇപ്പോൾ ഞാൻ ഇതുണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാ. കറിവേപ്പിലൊക്കെ നമ്മൾക്ക് കഴിയുന്നിടത്തോളം നമുക്ക് വയറ്റിലാക്കാൻ എങ്ങനെയെല്ലാം അവസരം കിട്ടണോ അതേപോലെയൊക്കെ നമ്മൾ വയറ്റിലാക്കണം കേട്ടോ. അത്രയ്ക്ക് നല്ലതാണ് കറിവേപ്പില. അപ്പോൾ ഇത് കടയിൽ നിന്ന് കൊണ്ടുവന്നതിനാണ്, പക്ഷേ നാടനാണ് കേട്ടോ. അപ്പോൾ അറിയുന്ന ആൾക്കാരാകുമ്പോൾ പോലും പറയും നല്ല നാടനാണ്, കൊണ്ടേക്കോളിന്ന് പറയും. അപ്പോൾ അത് കിട്ടിയപ്പോഴാട്ടെ നമ്മളിത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അല്ലെങ്കിൽ ഞാൻ സാമ്പാർ പാക്കറ്റ് അങ്ങനെ വാങ്ങലില്ല, ഞാൻ ഉണ്ടാക്കി വെക്കൽ തന്നെയാണ്. അപ്പോൾ ഉണ്ടാക്കിയത് കഴിഞ്ഞിട്ടാണ്. അപ്പോൾ ഞാൻ ഒന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ കായപ്പൊടി ഉണ്ട്. പിന്നെ നമ്മൾ അരി ഉണ്ട് ഇട്ടതിൽ ആ പാത്രത്തിന് ഒരു 3/4 പാത്രം അരി ഒരുപാട് എടുക്കരുത്. ഒരു അത്യാവശ്യത്തിന് മതി. അധികമായാൽ പിന്നെ ഒരു കൊപ്പ് കൂടുതലാണ് ഈ കരം. അപ്പോൾ 3/4 പാത്രം അരി. അപ്പോൾ എല്ലാം ഉണ്ട് വെച്ചിക്കണ്. അപ്പോൾ ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമല്ലേ. അപ്പോൾ എല്ലാം റെഡി ആയിക്കുന്നുണ്ട്. അപ്പോൾ ഒക്കെ ഇവിടെ ഉള്ള സാധനം തന്നെയാണ്. അപ്പോൾ കടലപ്പരിപ്പ് നോമ്പിന് കൊണ്ടുവന്ന് വെച്ചാണ്. അപ്പോൾ അത് ഫ്രിഡ്ജിലായതുകൊണ്ടാട്ടോ കേട് വരാഞ്ഞത്. പുറത്തൊക്കെ ആണെങ്കിൽ ഇപ്പോൾ അത് കുത്തിപ്പൊടിച്ച് കടലപ്പൊടിയായി മാറിയിട്ടുണ്ടാവും. അപ്പോൾ ഫ്രിഡ്ജിലായതുകൊണ്ട് കേടൊന്നും വന്നിട്ടില്ല. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കറിവേപ്പിലായിട്ടാണ് ഉണക്കേണ്ടത്. കറിവേപ്പില ചോറെന്താ അടുപ്പുണ്ട് മുന്നിൽ വെച്ചുകാണ്ട് കറിവേപ്പില നല്ല നീര് വറ്റിയതിന് ശേഷം ഞാൻ മഞ്ഞൾ, മുളകും അതിക്കിട്ട് കൊടുത്തിട്ടാണ്. അത് 4 ഇപ്പോൾ റെഡി ആയിട്ടാ. കറിവേപ്പിലയും മഞ്ഞളും മുളകുകളും ഇട്ടാ. അപ്പോൾ പിന്നെ നമ്മൾ അരിയാട്ടോ വറുക്കേണ്ടത്. അരി ഒറ്റക്ക് വറുക്കണം. അരിക്ക് ഭയങ്കര പോരാണ്. അരി എല്ലാവരും കൂടുതലും കൂടില്ല. അപ്പോൾ അരി ഒറ്റക്ക് കണ്ട് വറുത്തെടുക്കുകയാണ്. അപ്പം അടുപ്പുമ്പോൾ തന്നെ വെക്കാമെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഇതുമ്മലാണെങ്കിൽ ഗ്യാസുമ്മലാണെങ്കിൽ ചെറിയ തീയാക്കി കണ്ട് വെക്കണം, അല്ലെങ്കിൽ ഒക്കെ കരിഞ്ഞു പോകും. അപ്പോൾ പിന്നെ ഇതെല്ലാം കൂടി ഒന്നിച്ചുകൊണ്ട് വറുത്താൽ മതി. അപ്പം ഇനി കൈ വെക്കാതെ ഇളക്കണം കേട്ടോ, അല്ലെങ്കിൽ കരിഞ്ഞു പോകും. മല്ലിയും ഉഴുന്നും പരിപ്പും പിന്നെ ചെറിയ ജീരകം, വലിയ ജീരകം, കുരുമുളക് എല്ലാം ഈ പെട്ടിക്കണേ. അപ്പം ഇനി ഒരു കാര്യം ഇതിൽ മറന്നിക്കണം കേട്ടോ. ഞാൻ വറുത്തിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മയായത്. അത് പിന്നെ ഞാൻ ഒടുവിന് കൂട്ടുന്നുണ്ട്, പറഞ്ഞുതരാം. അപ്പോൾ അത് നല്ല ചെറുതീയിൽ കൈ വെക്കാതെ ഒന്നുണ്ട് വറുത്തെടുക്കുക. അല്ല ഞാൻ നല്ല ജീരകം അതിൻ്റെ ഉള്ളിൽ കിടന്നുകാണ്ടേ അത് ചെറിയതല്ലേ കാരണം. അപ്പോൾ അത് കരിഞ്ഞു പോകും.
അപ്പോൾ എല്ലാം ഒന്നായിട്ട് നന്നായി വറുത്തെടുക്കുക. അതുകൊണ്ട് വറക്കുമ്പോൾ തന്നെ എന്താ സ്മെല്ലെന്നാ, നല്ല ടേസ്റ്റുള്ള സാമ്പാർ കഴിഞ്ഞിട്ടാ. സാമ്പാർ ഞാൻ പച്ചക്കറിയൊന്നും പിന്നെ അതിനായിട്ട് കൊണ്ടുവന്നൊന്നുമല്ല, ഫ്രിഡ്ജിൽ ബാക്കിയുള്ളതൊക്കെ കേട്ടോ. അങ്ങോട്ടും എന്തായാലും ടേസ്റ്റ് എന്നാ. അപ്പോൾ നമ്മൾ കായപ്പൊടി ഉണ്ടല്ലോ, അതയക്ക് ഇത് നല്ല വെന്തീൻ്റെ ശേഷം കുറച്ച് കായപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ സാമ്പാർ വെക്കുമ്പോൾ കായപ്പൊടി കുറച്ച് നമ്മൾ ആ വറവിടണിയിൽ കുറച്ച് ആക്കുമ്പോൾ അത് അധികം ഒരു ടേസ്റ്റ് ആട്ടോ. അപ്പം അതിൻ്റെ മാമൂലിന് കുറച്ചുണ്ടാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ മറന്ന സാധനം ഇതാണ് കേട്ടോ, ഉലുവ. അതും ഒരു 3/4, ആ പാത്രത്തിന് ഒരു 3/4 വരെ വേണം. അതും കരിയാതെ വറുത്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂട്ടിയാൽ മതി. ഞാൻ മറന്നു പോയതാണ്, എന്താണെന്ന് ഇങ്ങനെ മറന്ന മാതിരി ഇങ്ങനെ തോന്നുന്നത്. അപ്പോൾ നല്ല ചൂടാറിയതിൻ്റെ ശേഷം നമ്മളിതാ മിക്സിയിലിട്ട് കാണും നന്നായി പൊടിച്ചെടുത്തുക്കണം കേട്ടോ. മഞ്ഞളും ഒക്കെ അതിലാണ് പൊടിഞ്ഞിക്കണേ, നല്ല ഉഷാറായിട്ടാണ് പൊടിഞ്ഞിക്കണേ കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് നല്ല ചൂടുണ്ട്, അപ്പോൾ ഒന്ന് ചൂടാറിയിട്ട് വേണം നല്ലൊരു കുപ്പിക്കാക്കി വെക്കാൻ. എന്നാൽ നമുക്ക് സാമ്പാർ വെക്കുമ്പോഴൊക്കെ ഇനി തേങ്ങ അരക്കാത്ത സാമ്പാറൊക്കെ ആണെങ്കിൽ ഒരു സ്പൂണ് അതിട്ട് കൊടുത്താൽ മതി. പിന്നെ എരിവൊക്കെ കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ എരിവ് മല്ലിപ്പൊടിയൊക്കെ വേണമെങ്കിൽ അത് ഇട്ട് കൊടുക്കാം. നമ്മൾ സാമ്പാർ പൊടി ഇടുമ്പോൾ അങ്ങനെ തന്നെ ഇടല്. അപ്പം അത് ഒരുപാട് കാലം നിൽക്കൂട്ടാ. ഇനി കൂടുതൽ സമയം എടുക്കുകയാണെങ്കിൽ അപ്പോൾ ഞാൻ തേങ്ങ അരച്ചുകാണ്ട്, തേങ്ങ വറുത്തത് തന്നെയാണ്, വറുത്തരച്ചുകാണ്ട് അതിലൊന്നും ഇട്ടിട്ടില്ല, അച്ചയിൽ കണ്ടത്. അപ്പോൾ അതൊക്കെ തുള്ളിക്കണം. നല്ല ടേസ്റ്റുള്ള സാമ്പാർ ഇന്ന് പൊടിച്ചാൽ അതിലുമായിട്ട് എന്താ അതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന്. അപ്പം പഴയ പച്ചക്കറികളാണ്, അതിക്കുള്ള പച്ചക്കറിയൊന്നുമില്ല, ഇങ്ങോട്ടും നല്ല ടേസ്റ്റ്. അപ്പം ഞാൻ വറവിട്ടിക്കണത്തത് കടുക്, ഉലുവ, പിന്നെ വെള്ളുള്ളി, ഇഞ്ചിയൊക്കെ അതിലിട്ടുകാണ്ട് ഒന്ന് മൂപ്പിച്ചിക്കണേ. ചെറിയുള്ളി ഒക്കെ ഇട്ടുകാണ്ട് കറിവേപ്പില, വറ്റൽമുളക് ഒക്കെ ഇട്ടുകാണ്ടുണ്ട് മൂപ്പിച്ചിക്കണം കേട്ടോ. നല്ല ടേസ്റ്റുള്ള സാമ്പാറിന്. അപ്പോൾ പിന്നെ നമുക്കിന്ന് മത്തിയുണ്ട്, പിന്നെ ചെമ്മീൻ ഒരുപാട് ഫ്രിഡ്ജിൽ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചെമ്മീൻ കുറച്ച് വില ആക്കാനുള്ള. അപ്പം എനിക്ക് ഞാൻ പറഞ്ഞില്ലേ കയ്യോണ്ട് വെയ്യാന്ന്, അപ്പോൾ കയ്യോണ്ട് വെയ്യായിട്ട് ഞാൻ കുറച്ചെടുത്തുകാണ്ട് തൊലിച്ചിട്ടുള്ളൂ. ഒരുപാട് ഫ്രിഡ്ജിലുണ്ട്, അപ്പോൾ തൊലിക്കാൻ ആളില്ലായിട്ട് തൊലിച്ചിട്ടില്ല. അപ്പോൾ മത്തി വേഗം മുറിച്ചുകാണ്ട് അതുകൊണ്ട് പിന്നെ നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ടുകാണ്ട് കായം തേച്ചതാട്ടോ. നെല്ലിക്കപ്പൊടിയൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. ഞാൻ വേനൽക്ക് ഉണ്ടാക്കി വെച്ചതേനി, നെല്ലിക്ക ഉണക്കിക്കാണ്ട് പൊടിച്ച് വെച്ചതേനി കേട്ടോ. അതുകൊണ്ട് പിന്നെ അരക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ കുറച്ച് മത്തിയുള്ളൂ, മത്തി എടുക്കാൻ തന്നെ ഉണ്ടാവുള്ളൂ, കുറച്ച് ചെമ്മീനുള്ളൂ കേട്ടോ. ചെമ്മീൻ തൊലിക്കാൻ കഴിഞ്ഞില്ല എന്നിട്ടോ പറയേണ്ടത്. നമുക്ക് സഹായിച്ചു തരാനൊന്നും ഇപ്പോൾ ആരുമില്ല, ഒന്ന് സഹായിക്കാനേ ആളുള്ളൂ കേട്ടോ. അപ്പോൾ പിന്നെ മത്തിയും കുറച്ച് ചെമ്മീനുണ്ട്, അതൊക്കെ ഒന്നുകൊണ്ട് പൊരിച്ചെടുത്തേക്കണേ. പിന്നെ വേറെ എന്തെങ്കിലും ഇതുണ്ടാക്കണം എന്നൊക്കെ വിചാരിച്ചിരുന്നു, പിന്നെ കഴിഞ്ഞില്ല. ഈ കൈ കൂട്ടാതെ പണിയെടുത്തിട്ടേ നമ്മളൊരു അവയവത്തിന് കേട് പറ്റുമ്പോഴാട്ടോ അതിൻ്റെ ഇതറിയില്ലേ, അതിൻ്റെ ബുദ്ധിമുട്ടറിയില്ലേ. ഒരു വിരലായാലും ആ വിരൽ കൂട്ടാതെ ഇങ്ങനെ ചോറ് തിന്നിട്ടും കൂടി വിശപ്പ് കെടാത്ത മാതിരി. അപ്പം അത് ഇനി എന്തെങ്കിലും കൊണ്ട് ഇതാകണം, എന്താ ഇങ്ങനെ കുത്തിപ്പൊത്തതാണിത്. എന്താണെന്നാവും ഇപ്പോൾ ഈ വെള്ളം ഇങ്ങനെ കൂടുതൽ ഇങ്ങനെ തട്ടിയിട്ടാണോ മഴക്കാലമായപ്പോഴേ എന്തോ ആവും. കകലും മോറലും അതന്നെയല്ലേ നമുക്ക് പണിയും. അപ്പോൾ പിന്നെ നമുക്കുള്ള ചോറ് വിളമ്പിയതാട്ടത്. എനിക്ക് മീനൊന്നും ആവശ്യമില്ല, അത്രക്ക് നല്ല ടേസ്റ്റുള്ള സാമ്പാറാണ്. പിന്നെ ഞാൻ ഇന്നലെ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടീനല്ല മുരിങ്ങൻ്റെ ഇല കൊണ്ട് ചമ്മന്തി ഉണ്ടാക്കുന്നത്. അപ്പോൾ ആ പൊടിയിൽ രസം മുളക് പൊടി ഇട്ടുകാണ്ട് ചമ്മന്തി ഉണ്ടാക്കിയതാണ്. ഇതാട്ടോ നമ്മൾ രാത്രി പറഞ്ഞ ജാഥ. അപ്പോൾ ജാഥ വരുന്നുണ്ടെന്ന് കണ്ടപ്പോൾ നമ്മൾ എടുക്കുന്ന എല്ലാവരും പോകുന്നുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ പോയി നിൽക്കുന്നതാ. അപ്പോൾ ഇങ്ങനെ വിട്ടുന്ന് കാണ്ട് ആ ഫോൺ ഇങ്ങനെ ഒന്നും കാണിച്ചതാണ്. അപ്പോൾ നിങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങൾക്കൊക്കെ കമൻറ്റ് ചെയ്യണം. ഇനി പോസിറ്റീവായാലും നെഗറ്റീവായാലും കമൻറ്റ് ചെയ്യണം. നിങ്ങളെ ഫാമിലി ഗ്രൂപ്പൊക്കെ ഒന്ന് ഇട്ട് കാണാൻ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പം നമ്മൾ നല്ലൊരു വീഡിയോസ് ആയിട്ട് ഇനിയും വരും ഇൻഷാ അല്ലാഹ്. ഒരുപാട് ആളുണ്ട് ഇനിട്ടാ, നല്ല രസമുള്ള പരിപാടി. ഇനി താങ്ക് യു ഫോർ വാച്ചിങ്.